നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സഹകരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫുകൾ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിയിൽ സന്തുഷ്ടനല്ലെന്നും പ്രസ്താവന. രണ്ടായിരത്തി 26-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 തന്നെ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഞായറാഴ്ച പാർലമെന്റും ഓഹരി വിപണിയും പ്രവർത്തിക്കും. ആഗോള കപ്പൽ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങി ഇന്ത്യ. കപ്പൽ നിർമ്മാണത്തിന് 44,700 കോടി രൂപയുടെ മെഗാ സബ്സിഡി പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യക്ക് ഗുണമാകുമെന്ന് റിപ്പോർട്ട്. സ്വർണ്ണവില $6,000 കുതിക്കുമെന്നും പ്രവചനം. ഇലക്ട്രോണിക് ടെലികോം മേഖലകൾ ശക്തമായ വരുമാന വളർച്ച കൈവരിക്കും. 2 വർഷത്തിനുള്ളിൽ പ്രമുഖ കമ്പനികൾ നേട്ടത്തിലാകുമെന്നും റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത്. സെൻസെക്സ് 322 പോയിന്റ് താഴ്ന്ന് 85,439 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 78 പോയിന്റ് ഇടിഞ്ഞ് 26,250 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നോട്ടിൽ തന്നെയാണ്. അതിലുപരി ഫ്ലാറ്റ് നെഗറ്റീവ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ദിവസമായിരുന്നു. പക്ഷെ ധാരാളം കൺസ്ട്രെയിൻസ് മാർക്കറ്റിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വ്യാപാര ദിവസം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി നിഫ്റ്റി 26,373 എന്നുള്ള ഒരു ഹൈ നിലവാരം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 60,437 എന്നുള്ള ഒരു ഹൈ നിലവാരം ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് സെഷനിലേക്ക് എത്തുന്ന സമയത്ത് കൂടുതലും ഒരു സെൽ ഓഫ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ 26,300 എന്നുള്ള ഒരു നിലവാരം കൈവിട്ടുകൊണ്ടാണ് നിഫ്റ്റി ഇപ്പോൾ പ്രധാനമായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നത്. സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി IT, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സുകളാണ് ഏറ്റവും അധികം സമ്മർദ്ദം ഇന്നത്തെ ദിവസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തീർച്ചയായിട്ടും US വെനസ്വേല വിഷയം തന്നെയായിരുന്നു മാർക്കറ്റിനെ ഇന്ന് എങ്ങനെ സ്വാധീനിക്കും, പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിൽ എസ്പെഷ്യലി ഓയിൽ ആൻഡ് ഗ്യാസിലടക്കം കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ ഏത് തരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ തുടക്കഘട്ടത്തിൽ ONGC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഒരു ടോപ്പ് ഗെയിനർ പട്ടികയാകുന്നു. പിന്നീട് തിരിച്ച് ഒരു പാനിക് സെൽ ഓഫ് നമുക്ക് അതിൽ കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു മാർക്കറ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിക്ലൈന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് IT സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു സെൽ ഓഫ് തന്നെയാണ് ആ മാർക്കറ്റിനെ ഇന്ന് ഒരല്പം ലാഗ് ചെയ്യിപ്പിച്ചതെന്ന് വേണം കരുതാൻ. ക്വാർട്ടർലി റിസൾട്ടുകളിൽ ഒരു മോഡറായിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ് ഇത്തവണ IT കമ്പനികൾക്കുള്ളത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സഹകരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫുകൾ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിയിൽ സന്തുഷ്ടനല്ലെന്നും പ്രസ്താവന. റഷ്യൻ ഓയിലിന്റെ പേരിൽ ഇന്ത്യയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി മോദി ഒരു നല്ല മനുഷ്യനാണ്, പക്ഷേ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിയിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല. എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എയർഫോഴ്സ് 1 വെച്ച് ലോകം കേട്ട ട്രംപിന്റെ ഈ വാക്കുകൾ കേവലം ഒരു സൗഹൃദ സംഭാഷണമല്ല, മറിച്ച് ഇന്ത്യക്കുള്ള കൃത്യമായ താക്കീതായാണ് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത്. റഷ്യൻ ഓയിൽ ഇടപാട് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ താരിഫ് ഇനിയും ഉയർത്തുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപും മോദിയും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ച് ആഴ്ചയ്ക്കുള്ളിലാണ് ഈ ഭീഷണി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ആഭ്യന്തര വിപണിയിലെ വില കുറയ്ക്കാനാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ റഷ്യൻ ബന്ധത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുമോ, അതോ ദേശീയ താൽപര്യം മുൻനിർത്തി ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ നേരിടുമോ? വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിക്ക് ഈ തീരുമാനങ്ങൾ അതീവ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 തന്നെ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഞായറാഴ്ച പാർലമെന്റും ഓഹരി വിപണിയും പ്രവർത്തിക്കും.
അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഞായറാഴ്ച ബജറ്റ് അവതരണത്തിനായി പാർലമെന്റ് സമ്മേളിക്കുന്നത്. ഇതിനു മുമ്പ് 2020-ലും 2012-ലും മാത്രമാണ് സമാനമായ രീതിയിൽ ഞായറാഴ്ച സഭ ചേർന്നത്. ഇത്തവണത്തെ ബജറ്റിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകാൻ പോകുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി പരിഷ്കാരങ്ങളാണ്. ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ബൃഹത്തായ അഴിച്ചുപണിയാണ് ധനമന്ത്രിയുടെ അജണ്ടയിലുള്ളത്. നിലവിലെ സങ്കീർണമായ കസ്റ്റംസ് നിയമങ്ങളെല്ലാം വെട്ടിമാറ്റി ഒരൊറ്റ സമഗ്ര നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാനാണ് നീക്കം. ഇത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക മാത്രമല്ല, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിയമയുദ്ധങ്ങളും കുറയ്ക്കുകയും ചെയ്യും. വ്യവസായ മേഖലയുടെ നട്ടലൊടിക്കുന്ന ഡ്യൂട്ടി ഇൻവേർഷൻ പ്രശ്നത്തിന് ഇത്തവണ പരിഹാരമുണ്ടാകും. അതായത് അസംസ്കൃത വസ്തുക്കൾക്ക് ഉയർന്ന നികുതിയും ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ നികുതിയും എന്ന വിരോധാഭാസം ഒഴിവാക്കപ്പെടും. ഇത് ക്ലീൻ എനർജി, മാനുഫാക്ചറിംഗ് മേഖലയിൽ കുതിച്ചാട്ടമുണ്ടാകും. അതേസമയം അവധിയാണെങ്കിലും ബജറ്റ് പ്രഖ്യാപനങ്ങളോട് തത്സമയം പ്രതികരിക്കാൻ ഓഹരി വിപണിയും അന്ന് തുറന്നു പ്രവർത്തിക്കും എന്നതാണ് സൂചന. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങളും ഒപ്പം വമ്പൻ ഏറ്റക്കുറച്ചിലും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഫെബ്രുവരി 1. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള കപ്പൽ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങി ഇന്ത്യ. കപ്പൽ നിർമ്മാണത്തിന് 44,700 കോടി രൂപയുടെ മെഗാ സബ്സിഡി പ്രഖ്യാപിച്ചു. ചൈനയുടെ കുത്തക തകർക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പദ്ധതിയിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 30 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിലവിൽ കപ്പൽ നിർമ്മാണത്തിൽ ലോകത്ത് 16-ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ 2030 ടോപ്പ് 10-ലേക്കും 2047 ടോപ്പ് 5-ലേക്കും എത്തുക എന്ന ലക്ഷ്യത്തോടെ 2 വമ്പൻ പദ്ധതികൾക്കാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ഷിപ്പ് ബിൽഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമും ഷിപ്പ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് സ്കീമുമാണിത്. ഇന്ത്യൻ ഷിപ്പ്യാർഡുകൾ നേരിടുന്ന ഉയർന്ന ചെലവ് മറികടക്കാൻ സർക്കാർ നേരിട്ട് ധനസഹായം നൽകും. വിദേശ കപ്പലുകൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനാണ് ഈ നീക്കം. ഒരു കപ്പൽ നിർമ്മാണത്തിന്റെ 30% മുതൽ 40% വരെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചാലേ ഈ സബ്സിഡി ലഭിക്കൂ. ഇത് ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾക്കും വമ്പൻ ഉണർവാകും. നിലവിലുള്ള കപ്പൽശാലകൾ വികസിപ്പിക്കുന്നതിന് 25% സാമ്പത്തിക സഹായം സർക്കാർ നൽകും. കൂടാതെ സ്പെഷ്യലൈസ്ഡ് കപ്പലുകൾക്കും പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ഫ്യൂവൽ കപ്പലുകൾക്കും ഉയർന്ന സബ്സിഡി ലഭ്യമാക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ 2.2 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 400-ലധികം കപ്പലുകളുടെ നിർമ്മാണമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഷിപ്പിംഗ് സെക്രട്ടറി വിജയകുമാർ വ്യക്തമാക്കുന്നത് പ്രകാരം ഈ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ വാർഷിക കപ്പൽ നിർമ്മാണശേഷി നിലവിലെ 1 ലക്ഷം ടണ്ണിൽ നിന്നും 45 ലക്ഷം ടണ്ണായി കുതിച്ചുയരും. ഇത് ഓഹരി വിപണിയിലെ ഡിഫൻസ് ഷിപ്പിംഗ് കമ്പനികൾക്ക് വമ്പൻ നേട്ടമായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനസ്വേലയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യക്ക് ഗുണമാകുമെന്ന റിപ്പോർട്ട്. സ്വർണ്ണവില $6,000 കുതിക്കുമെന്നും പ്രവചനം. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് വമ്പൻ അവസരം എന്ന പ്രവചനവുമായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ എഡ് യാർഡേനി. വെനസ്വേലയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യക്ക് 2 രീതിയിലാണ് ഗുണകരമാവുക. 1. ആഗോള വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭ്യമാകും. 2. റഷ്യൻ എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകൾക്ക് വലിയ ഊർജം നൽകുമെന്നും അദ്ദേഹം പറയുന്നു. ഇനി റഷ്യൻ ഓയിൽ വാങ്ങുന്നില്ല, പകരം അമേരിക്കയുമായി മെച്ചപ്പെട്ട ഡീൽ വേണമെന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണിതെന്നും യാർഡേനി ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം 2026 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $6,000 എന്ന റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രവചനം. 2029 ഇത് $10,000 വരെ എത്തിയേക്കാമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ശുഭവാർത്തകൾക്കിടയിലും വലിയൊരു മുന്നറിയിപ്പ് യാർഡേനി നൽകുന്നുണ്ട്. വെനസ്വേലയിലെ അമേരിക്കയുടെ ഇടപെടൽ ചൈനയ്ക്ക് തായ്വാനുമേൽ കടന്നുകയറാനുള്ള ഒരു കാരണമായി മാറിയേക്കാം. അമേരിക്ക തങ്ങളുടെ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏഷ്യയിൽ തങ്ങൾക്കും അതിന് അധികാരമുണ്ടെന്ന വാദം ചൈന ഉന്നയിച്ചേക്കും. ഇത് ലോകവിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന അപകടകരമായ കളിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ യാർഡേനിയുടെ നിരീക്ഷണങ്ങൾ ഇപ്പോൾ ആഗോള നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ്, ടെലികോം മേഖലകൾ ശക്തമായ വരുമാന വളർച്ച കൈവരിക്കും. 2 വർഷത്തിനുള്ളിൽ പ്രമുഖ കമ്പനികൾ നേട്ടത്തിലാകുമെന്നും റിപ്പോർട്ട്. മാക്രോ ഇക്കണോമിക് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ അടുത്ത 2 വർഷത്തിനുള്ളിൽ EMS, ടെലികോം, ഇൻഡസ്ട്രിയൽസ്, റീറ്റെയിൽ തുടങ്ങിയ മേഖലകൾ ശക്തമായ വരുമാന വളർച്ച കൈവരിക്കുമെന്ന് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ആന്റിക് വ്യക്തമാക്കി. കോർപ്പറേറ്റ് വരുമാനം മൊത്തവില സൂചികയുമായും GDP വളർച്ചയുമായും പോസിറ്റീവായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഈ 2 പ്രധാന മാക്രോ പാരാമീറ്ററുകളും 2027 സാമ്പത്തിക വർഷം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കോർപ്പറേറ്റ് ലാഭക്ഷമതയ്ക്ക് കൂടുതൽ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ശക്തമായ വരുമാന വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള മേഖലകൾ EMS, ടെലികോം, വ്യാവസായിക, റീറ്റെയിൽ എന്നിവയാണ്.
എണ്ണ, വാതകം, IT സേവനങ്ങൾ, വൈദ്യുതി യൂട്ടിലിറ്റികൾ, FMCG, ഓട്ടോ എന്നിവ വരുമാന വളർച്ചയിൽ പിന്നിലാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ മാക്രോ പിൻബലത്തിൽ 2026-28 സാമ്പത്തിക വർഷത്തിൽ നിഫ്റ്റി 50 വരുമാന വളർച്ച ഏകദേശം 16% CAGR ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പ്രവചിക്കുന്നു. 2024-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7% CAGRുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഗണ്യമായ പുരോഗതിയാണ്. കഴിഞ്ഞ 4 പാദങ്ങളിലായി ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികൾ നേട്ടത്തിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് ഒരു പോസിറ്റീവ് സൂചനയായി കാണുന്നു. മെച്ചപ്പെട്ട വരുമാനവും കോർപ്പറേറ്റ് പ്രകടനത്തിലെ കൂടുതൽ സ്ഥിരതയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം കടന്നു. ഗ്രാമിന് 180 രൂപയും പവന് 1440 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,670 രൂപയിലും പവന് 1,1360 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 145 രൂപ കൂടി 10,415 രൂപയായി. വെള്ളി വിലയും വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 250 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫുകൾ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിയിൽ സന്തുഷ്ടനല്ലെന്നും പ്രസ്താവന. രണ്ടായിരത്തി 26-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 തന്നെ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ട്. ഞായറാഴ്ച പാർലമെന്റും ഓഹരി വിപണിയും പ്രവർത്തിക്കും. ആഗോള കപ്പൽ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങി ഇന്ത്യ. കപ്പൽ നിർമ്മാണത്തിന് 44,700 കോടി രൂപയുടെ മെഗാ സബ്സിഡി പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യക്ക് ഗുണമാകുമെന്ന റിപ്പോർട്ട്. സ്വർണ്ണവില $6,000 കുതിക്കുമെന്നും പ്രവചനം. ഇലക്ട്രോണിക്, ടെലികോം മേഖലകൾ ശക്തമായ വരുമാന വളർച്ച കൈവരിക്കും. 2 വർഷത്തിനുള്ളിൽ പ്രമുഖ കമ്പനികൾ നേട്ടത്തിലാകുമെന്നും റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.